യെസ്, ഇനി എങ്ങനെ വെക്റ്റേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. വെക്ടറിനെ നമ്മളെപ്പോഴും ഒരു ആരോ മാർക്ക് യൂസ് ചെയ്തിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഇതിനെ ആരോ ഹെഡ് എന്ന് നമ്മൾ പറയും, ബാക്കിയുള്ള പോർഷനെ നമ്മൾ ടെയിൽ എന്ന് പറഞ്ഞിട്ടാണ് പറയുക, ടെയിൽ. അപ്പോൾ വെക്ടർ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടേക്ക് എത്തുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ തുടങ്ങുന്ന പൊസിഷനിൽ നിന്ന് ഏത് പൊസിഷനിലേക്കാണോ ചെന്ന് അവസാനിക്കുന്നത് ആ പൊസിഷനിലേക്കായിരിക്കണം നമ്മൾ എന്ത് വരയ്ക്കേണ്ടത്, ആരോ മാർക്ക് വരയ്ക്കേണ്ടത്. തുടങ്ങുന്ന പോയിൻ്റ് നമ്മൾ ടെയിൽ എവിടെ വേണം, ഫിക്സ് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, യെസ്. വെക്റ്റേഴ്സിനെ നമ്മൾ ജനറലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ, ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ ലെറ്റർ ആൽഫബറ്റും അതേപോലെ തന്നെ അതിൻ്റെ മുകളിലൊരു വെക്റ്റർ സൈനും സിമ്പിളും ഉപയോഗിച്ചിട്ടാണ്. ഈ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈക്വൽ ടു ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ വെക്റ്റർ. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 5 ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 5 ന്യൂട്ടൺ ഫോഴ്സ് ഉള്ള ഒരു വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടുവേർഡ്സ് വെസ്റ്റിലേക്കുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു പോയിൻ്റ് വരയ്ക്കുന്നു, അവിടെ ടെയിൽ വരയ്ക്കുന്നു. ഇനി എവിടെ, വെസ്റ്റിലേക്ക് വരയ്ക്കാനാണ് പറഞ്ഞത്, ടുവേർഡ്സ് വെസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടുവേർഡ്സ് വെസ്റ്റിലേക്ക് നമ്മളൊരു ഡയറക്ഷൻ വരയ്ക്കുന്നു. വരച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഏകദേശം 5 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ളൊരു ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് അതിനെ 5 ന്യൂട്ടൺ എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ലിറ്ററലി മീൻസ് ദ ലെങ്ത് ഓഫ് ദ വെക്റ്റർ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും, ലെങ്ത്ത്, അതായത് വെക്റ്ററിൻ്റെ ലെങ്ത്തും ചേഞ്ച് ചെയ്യും. ഓക്കെ, യെസ്. ഇനി വെക്റ്റേഴ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കണ്ടു. ഇനി ടൈപ്സ് ഓഫ് വെക്റ്റേഴ്സിനെ നമുക്ക് കാണാം. ടൈപ്സ് ഓഫ് വെക്റ്റേഴ്സ്, അതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഈക്വൽ വെക്റ്റേഴ്സാണ്. ഈക്വൽ വെക്റ്റേഴ്സ് പേര് പോലെ തന്നെ വെക്റ്റേഴ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നോക്കിയേ, ഇവിടെ 2 വെക്റ്റർ ഉണ്ട്, ഇത് എ, ഇത് ബി. എ വെക്റ്റർ, ഇത് ബി വെക്റ്റർ. ബോത്ത് ഹാവ് സെയിം ലെങ്ത്ത്, രണ്ടിനും എന്താ, സെയിം ലെങ്ത് ആണ്, ആൻഡ് സെയിം ഡയറക്ഷൻ, പാരലൽ ടു ഈച്ച് അതർ. ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്താണ്, ഈക്വൽ വെക്റ്റേഴ്സാണ്. വിച്ച് മീൻസ് എ വെക്റ്റർ ഈക്വൽ ടു ബി വെക്റ്റർ, അതായത് സെയിം ഡയറക്ഷനിലായിരിക്കണം, അതുപോലെ തന്നെ സെയിം ഡിസ്റ്റൻസ് ആയിരിക്കണം, പാരലലും ആയിരിക്കണം. അങ്ങനെയെങ്കിൽ ഈ വെക്റ്റർ എന്ന് പറയുന്നത് ഈക്വൽ വെക്റ്റേഴ്സാണ്. ഇനി സെയിം കണ്ടീഷൻ തന്നെ അതായത് ലെങ്ത്ത് സെയിം, യെസ്, ലെങ്ത്ത് സെയിം തന്നെയാണ്. പക്ഷെ ഒന്നിൻ്റെ ഡയറക്ഷൻ നമ്മൾ ചേഞ്ച് ചെയ്യിപ്പിച്ചു എന്ന് വിചാരിക്കുക. ഒന്നിൻ്റെ ഡയറക്ഷൻ നമ്മൾ ചേഞ്ച് ചെയ്യിപ്പിച്ചു എന്ന് വിചാരിക്കുക. യെസ്, ഈ ടൈപ്പ് ഓഫ് വെക്റ്റേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് നെഗറ്റീവ് വെക്റ്റേഴ്സ് എന്നാണ്. നെഗറ്റീവ് വെക്റ്റേഴ്സ് അതായത് ലെങ്ത്ത് സെയിം ആണ്, രണ്ടും പാരലലാണ്, പക്ഷേ ഡയറക്ഷൻ എന്താ, ഒന്നിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ ഈ ടൈപ്പ് ഓഫ് വെക്റ്റേഴ്സിനെ നമ്മൾ നെഗറ്റീവ് വെക്റ്റേഴ്സ് എന്നാണ് വിളിക്കുക. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക ബി വെക്റ്റർ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ വെക്റ്റർ, അതായത് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ആക്സിസിലേക്ക് ആണെങ്കിൽ ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് എക്സ് ആക്സിസിലേക്കായിരിക്കും. അപ്പോൾ ആ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിമ്പിൾ നമ്മളവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇനി അടുത്തതായിട്ട് നൾ വെക്റ്റേഴ്സ്. ഒരു നൾ വെക്റ്റർ ആണെന്നുണ്ടെങ്കിൽ നൾ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈക്വൽ ടു 0. ഇപ്പോൾ നൾ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വെക്റ്ററിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡിന് ഈക്വലാണ്. മാഗ്നിറ്റ്യൂഡ് 0 ആണെന്നുണ്ടെങ്കിൽ വെക്റ്ററിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് 0 ആയിട്ടുള്ളൊരു വെക്റ്ററിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിട്ട് വിളിക്കുക, നൾ വെക്റ്റർ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 0 വെക്റ്റർ എന്ന് പറഞ്ഞിട്ടാണ്. യെസ്. ഇനി അടുത്തത് പാരലൽ വെക്റ്റേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 2 വെക്റ്റേഴ്സ് നിങ്ങൾ എടുത്ത് നോക്കിയേ, രണ്ടും എന്ത് തന്നെയാണ്, സെയിം ഡയറക്ഷനിലാണ്, പാരലലുമാണ്. പക്ഷേ എന്ത് കരുതി, രണ്ടിൻ്റെയും ലെങ്ത്ത് സെയിം ആണോ? അല്ല. അപ്പോൾ 2 വെക്റ്റേഴ്സും ഈക്വൽ ആണോ? അല്ല.
അപ്പോൾ രണ്ട് ലെങ്ത്തും സെയിം ആണ്, സെയിം ഡയറക്ഷനിലാണ്, അതേപോലെ തന്നെ പാരലലും ആണെന്നുണ്ടെങ്കിലാണ് ഈക്വൽ വെക്റ്റർ. അപ്പോൾ പാരലൽ വെക്റ്റേഴ്സിൻ്റെ ഒരു സർട്ടൺ കണ്ടീഷനാണ് ഈക്വൽ വെക്റ്റേഴ്സും നെഗറ്റീവ് വെക്റ്റേഴ്സ് എന്നും പറയുന്നത്. അപ്പം പാരലൽ ആയിട്ടിരിക്കുന്ന എല്ലാ ടൈപ്പ് ഓഫ് വെക്റ്റേഴ്സിനെയും നമ്മൾ എന്തെന്ന് പറയുക, പാരലൽ വെക്റ്റേഴ്സ്. ഓപ്പോസിറ്റ് ആയിക്കോട്ടെ, നേരെ ആയിക്കോട്ടെ, യെസ്. ഇനി ഇതേ വെക്റ്റേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അത് ആൻറ്റി പാരലലായി. സെയിം കണ്ടീഷൻ നമ്മൾ ഈക്വൽ വെക്റ്റേഴ്സിൻ്റെയും നെഗറ്റീവ് വെക്റ്റേഴ്സിൻ്റെയും പറഞ്ഞിട്ടുള്ള സെയിം കണ്ടീഷൻ തന്നെ. പക്ഷേ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ എന്തില്ല, ഇവിടെ രണ്ടിൻ്റെയും ലെങ്ത്ത് സെയിം അല്ല, അത്രേ ഉള്ളൂ. നോക്കിയേ, ഈ എയുടെ ഡയറക്ഷനെ നമ്മൾ പതുക്കെ ഒന്ന് തിരിച്ചാൽ ആൻറ്റി പാരലൽ വെക്റ്ററായി. ദീസ് ആർ ആൻറ്റി പാരലൽ വെക്റ്റേഴ്സ്. രണ്ടും ആൻറ്റി പാരലൽ വെക്റ്റേഴ്സാണ്. യെസ്, ഫൈനലി നമുക്ക് പറയാനുള്ളത് കോപ്ലാനാർ വെക്റ്റേഴ്സ്. കോപ്ലാനാർ വെക്റ്റേഴ്സ്. ഇപ്പോൾ നോക്കിയേ, ഒരു സെയിം പ്ലെയിനിൽ ഏത് ഡയറക്ഷനിലായിക്കോട്ടെ സെയിം പ്ലെയിനിൽ ഉള്ള വെക്റ്റേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോപ്ലാനാർ വെക്റ്റേഴ്സ്. സെയിം പ്ലെയിനിലാണ് ഇവർ സിറ്റുവേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദെൻ വി ക്യാൻ സേ ദേ വെക്റ്റേഴ്സ് ആർ കോപ്ലാനാർ വെക്റ്റേഴ്സ്. ഫൈനലി നമുക്ക് ഏറ്റവും ഫൈനലായിട്ട് പഠിക്കാനുള്ള രണ്ട് വെക്റ്റേഴ്സാണ് പൊസിഷൻ വെക്റ്റേഴ്സും അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റേഴ്സും. പൊസിഷൻ വെക്റ്ററും ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്ററും, ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു സംഗതി. നോക്കിയേ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒബ്ജക്റ്റ് മോഷനിലാണോ റെസ്റ്റിലാണോ എന്ന് തീരുമാനിക്കുന്നത് ഒരു ഒബ്സർവറാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നു, ആ ഒബ്ജക്റ്റ് എ എന്ന് പറയുന്ന പൊസിഷനിലാണ് ഇരിക്കുന്നത്, അതിനെ വാച്ച് ചെയ്യുന്ന ഒബ്സർവർ ഇവിടെയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഗതികളൊക്കെ അളക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ഒബ്സർവറാണ്. അപ്പോൾ ഒബ്സർവറിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് അതിനൊരു വെക്റ്ററായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതായത് ആ വെക്റ്ററിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് xi പ്ലസ് yj, എക്സ് കോമ്പോണൻറ്റും അതേപോലെ തന്നെ y കോമ്പോണൻറ്റും ഒരു വെക്റ്റർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ പൊസിഷൻ വെക്റ്റർ. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ഒറിജിനിൽ അല്ലെങ്കിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള റെഫറൻസ് പോയിന്റിൽ നിന്ന് ഒരു വെക്റ്ററിൻ്റെ രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു സ്ഥലമുണ്ട്, അത് ബി എന്ന് പറയുന്ന പോയിൻ്റാണ്. അപ്പോൾ ആ ബിയിലേക്കുള്ള വെക്റ്റർ ഡയറക്ഷൻ അതാണ് പൊസിഷൻ വെക്റ്റർ. പൊസിഷൻ വെക്റ്ററിനെ നമ്മളെപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുക OA വെക്റ്റർ, അതുപോലെ തന്നെ OB വെക്റ്റർ. ഇനി എ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് ബി എന്ന് പറയുന്ന പൊസിഷനിലേക്ക് മൂവ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ AB ഡയറക്ഷനിലുള്ള വെക്റ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ അഥവാ ചേഞ്ച് ഇൻ പൊസിഷൻ വെക്റ്റർ. പൊസിഷൻ വെക്റ്ററിൻ്റെ ചേഞ്ച് നമ്മളെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക, ഫൈനൽ പൊസിഷൻ വെക്റ്റർ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ വെക്റ്റർ വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ആസ് AB വെക്റ്റർ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിട്ട് വിളിക്കുക, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ എന്ന് വിളിക്കുക. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് നിൽക്കുന്ന പൊസിഷനെ അതിൻ്റെ റെഫറൻസ് പോയിന്റിൽ നിന്ന് ഒരു വെക്റ്ററായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെ പൊസിഷൻ വെക്റ്റർ എന്നും, ഇനി ആ പൊസിഷനിലുള്ള ചേഞ്ച് പൊസിഷൻ വെക്റ്ററുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് വെക്റ്റേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ മെയിൻലി പഠിച്ചിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് യൂണിറ്റ് വെക്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം പഠിച്ചിട്ടുണ്ട് ആണല്ലോ, കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുഖ്യമായിട്ടും പ്രധാനമായിട്ടും 3 ആക്സിസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, അതേപോലെ തന്നെ സെഡ് ആക്സിസ്. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്. യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് 1. യൂണിറ്റ് വെക്റ്ററിനെ മാഗ്നിറ്റ്യൂഡ് ഓഫ് 1. അത് മാത്രമല്ല, ദീസ് ആർ ജനറലി യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 ആയിട്ടുള്ള വെക്റ്റേഴ്സ്, അതായത് ആ വെക്റ്ററിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു വാല്യൂ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലെങ്ത്തുള്ളൊരു യൂണിറ്റ് വെക്റ്റർ കിട്ടും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു യൂണിറ്റ് വെക്റ്ററാണെന്ന് വിചാരിക്കുക. ഈ യൂണിറ്റ് വെക്റ്ററിൻ്റെ കൂടെ 5 എന്ന് പറയുന്ന സാധനം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ഇരട്ടി ലെങ്ത്തുള്ള ഒരു വെക്റ്റർ ഉണ്ടാവും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിനെ നമുക്ക് ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത് ഈ പറഞ്ഞിട്ടുള്ള വെക്റ്റേഴ്സിൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ ഫോംസിൽ നമുക്ക് എന്ത് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും, പല വെക്റ്റേഴ്സിൻ്റെയും
റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ യൂണിറ്റ് വെക്റ്റേഴ്സ് ജനറലി നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ഒരു ഡയറക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂണിറ്റ് വെക്റ്റേഴ്സ് നമ്മൾ ജനറലി ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ 3 ആക്സിസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും ഒരു പോയിൻ്റ് നമ്മൾ 3 ഡയമെൻഷൻ പോയിൻ്റ് റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ് വൈ സെഡ് കോമ്പോണൻ്റ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു 3 ഡയമെൻഷണൽ സ്പേസിലുള്ള വെക്ടറിനെ എന്ത് കോമ്പോണൻ്റ് ഉണ്ടാവും? എക്സ് കോമ്പോണൻ്റ് ഉണ്ടാവും, വൈ കോമ്പോണൻ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ സെഡ് കോമ്പോണൻ്റ് ഉണ്ടാവും. ഈ എക്സ് ഡയറക്ഷനിലേക്കുള്ള യൂണിറ്റ് വെക്ടറിനെ ഐ ക്യാപ്പ് എന്നും വൈ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിനെ ജെ ക്യാപ്പ് എന്നും സെഡ് ഡയറക്ഷനിലേക്കുള്ള യൂണിറ്റ് വെക്ടറിനെ കെ ക്യാപ്പ് എന്നും പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ എപ്പോഴും വെക്ടറിനെ, ഒരു ജനറൽ വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, കാർട്ടീഷ്യൻ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ, where A is the x coordinate, B is the y coordinate and C is the z coordinate. അപ്പോൾ ഈ കാണുന്നതാണ് ഒരു വെക്ടർ എന്ന് വിചാരിക്കുക. ഈ വെക്ടറിനെ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ വെക്ടറിന് ഒരു എക്സ് കോമ്പോണൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എക്സ് ഡയറക്ഷനിലേക്ക് ഒരു കോമ്പോണൻ്റ് ഉണ്ട്. ഇതാണ് അതിൻ്റെ എക്സിൽ അഗൻസ്റ്റ് ആയിട്ടുള്ള ലെങ്ത്ത്. ഇനി അതിന് സെഡ് ഡയറക്ഷനിലേക്കും എന്തുണ്ട്? ഒരു കോമ്പോണൻ്റ് ഉണ്ട്. അപ്പോൾ സെഡ് ആക്സിസിൽ അതിന് സി എന്ന് പറയുന്ന ലെങ്ത്താണ് കാണിക്കുന്നത്, ഇതിനകത്ത് എ എന്ന് പറയുന്ന ലെങ്ത്താണ് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് ഏത് ഡയറക്ഷനിലേക്കും കോമ്പോണൻ്റ് ഉണ്ട്? വൈ ഡയറക്ഷനിലേക്ക് ഒരു കോമ്പോണൻ്റ് ഉണ്ട്. ആ കോമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു? ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞല്ലോ 3 ഡയമെൻഷണൽ സ്പേസിലുള്ളൊരു വെക്ടർ ആണെങ്കിൽ ആ വെക്ടറിൻ്റെ ലെങ്ത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം? 3 കോർഡിനേറ്റ്സ് വേണം. ഈ എ എന്ന് പറയുന്നതിനെ നമുക്ക് എ ഐ ക്യാപ്പ് എന്ന് എഴുതിക്കൂടെ? അതായത് 1 എന്ന് പറയുന്ന എയുടെ കൂടെ 1 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടുക? അപ്പോൾ എയുടെ മാഗ്നിറ്റ്യൂഡ് ഉള്ളതും എക്സ് ഡയറക്ഷനിലേക്ക് പോകുന്നതുമായിട്ടുള്ള ഒരു വെക്ടറിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എ ഐ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു എ ഐ. ഇനി അതുപോലെ തന്നെ ബി ക്യാപ്പ്, ബി ഡയറക്ഷനിൽ അതിനൊരു കോമ്പോണൻ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ വൈ ഡയറക്ഷനിൽ അതിനൊരു കോമ്പോണൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ വൈ ഡയറക്ഷനിലുള്ള വെക്ടർ കോമ്പോണൻ്റ് എന്ന് പറയുന്നത് ബി ജെ ക്യാപ്പ്. അതേപോലെ സിമിലർലി സെഡ് ഡയറക്ഷനിലേക്കും വെക്ടറിനൊരു കോമ്പോണൻ്റ് ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എന്തെന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം? സി കെ ക്യാപ്പ്. അപ്പോൾ 3 കോമ്പോണൻറ്റുകളെയും പ്ലസ് ആയിട്ട് നമ്മളങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗീവ്സ് ദ വെക്ടർ എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ. ഇതാണ് ജനറലി എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഒരു വെക്ടറിൻ്റെ കാർട്ടീഷ്യൻ ഫോം ഓഫ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഐ ജെ കെ എന്ന് പറയുന്നത് എക്സ് ആക്സിസിനും വൈ ആക്സിസിനും സെഡ് ആക്സിസിനും പാരലായിട്ട് എടുക്കുന്ന, അല്ലെങ്കിൽ ഡയറക്ഷനിലുള്ള, ഐ ആക്സിസിൻ്റെയും ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റേഴ്സാണ്. അപ്പോൾ ഒരു 3 ഡയമെൻഷണൽ വെക്ടർ ആണെന്നുണ്ടെങ്കിൽ അതിന് 3 കോമ്പോണൻ്റ് ഉണ്ടാവും. വൈ ഡയറക്ഷനിൽ കോമ്പോണൻ്റ് ഉണ്ടാവും, എക്സ് ഡയറക്ഷനിൽ കോമ്പോണൻ്റ് ഉണ്ടാവും, സെഡ് ഡയറക്ഷനിൽ കോമ്പോണൻ്റ് ഉണ്ടാവും. ആ സെഡ് ഡയറക്ഷനിലെ കോമ്പോണൻറ്റിനെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏത് കോമ്പോണൻറ്റ്, അതായത് എക്സ് ഡയറക്ഷനിൽ എത്ര ലെങ്ത് ഉണ്ട്, അല്ലെങ്കിൽ ആ എക്സ് ഡയറക്ഷനിലുള്ള കോമ്പോണൻറ്റ് നമുക്ക് കിട്ടും. വൈ കൊണ്ട് നമ്മൾ ജെനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈ ഡയറക്ഷനിലുള്ള വെക്ടറിൻ്റെ കോമ്പോണൻറ്റ് കിട്ടും. അതുപോലെ തന്നെ സെഡ് എന്ന് പറയുന്നത് കെ ക്യാപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കെ ഡയറക്ഷനിലുള്ള വെക്ടറിൻ്റെ കോമ്പോണൻറ്റ് കിട്ടും. ഈ കോമ്പോണൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പം മനസ്സിലായല്ലോ? അപ്പോൾ 3 മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അല്ലെങ്കിൽ 3 ആക്സിസിലും ലെങ്ത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു വെക്ടറിനെ ജനറലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ. യെസ്. ഇനി ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ലെങ്ത്ത്, ഈ വെക്ടറിൻ്റെ ലെങ്ത്ത് ഉണ്ടല്ലോ, ആ ലെങ്ത്ത് എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഈസ് ഈക്വൽ ടു √(a² പ്ലസ് b² പ്ലസ് c². അപ്പോൾ ഒരു വെക്ടറിനെ ഇങ്ങനെ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എത്രയാണെന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി? √(x² പ്ലസ് y² പ്ലസ് z², ദാറ്റ് ഈസ് √(a² പ്ലസ് b² പ്ലസ് c². ഇപ്പോൾ കാർട്ടീഷ്യൻ ഫോമിനകത്ത് നമ്മൾ പഠിച്ചിട്ടില്ലേ, ഈ പോയിൻ്റ് എന്ന് പറയുന്നത് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന പോയിൻ്റ് ആണെങ്കിൽ ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ √(x² പ്ലസ് y² പ്ലസ് z² അല്ലേ? അപ്പോൾ 3 കോമ്പോണൻറ്റുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 3 കോർഡിനേറ്റ്സ് ഉണ്ടെങ്കിൽ ആ 3 കോർഡിനേറ്റ്സിൻ്റെയും √(x² പ്ലസ് y² പ്ലസ് z² ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വെക്ടറിൻ്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെങ്ത്ത്, ടോട്ടൽ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കിട്ടും. യെസ്.